എല്ലാവർക്കും സ്ട്രോബെറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നെതർലാൻഡ്സിലെ ഗെയ്ത്തൂൺ വില്ലേജിനെ പറ്റിയാണ്. ഇത് നെതർലാൻഡ്സിലെ വളരെ മനോഹരമായ ഒരു ഗ്രാമമാണ്. ഞങ്ങൾ ജൂൺ 15-നാണ് അവിടെ എത്തിയത്. ഞങ്ങളും ഞങ്ങളുടെ കസിനും ഫാമിലിയും ഒരുമിച്ചാണ് ഈ ട്രിപ്പ് പോയത്. ഞങ്ങൾ ഗെയ്ത്തൂണിലെത്തുമ്പോഴേക്ക് വൈകിട്ട് 6:30 ആയിട്ടുണ്ടായിരുന്നു. കനാൽ ട്രിപ്പ് പോകാൻ വേണ്ടി ഞങ്ങൾ 1 അവറിലേക്ക് ഒരു ബോട്ട് റെൻറ്റ് ചെയ്തു. ഏകദേശം 7 മണി ആയപ്പോഴേക്കും ഞങ്ങളുടെ കനാൽ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. വെനീസ് ഓഫ് നെതർലാൻഡ്സ് എന്നും ഡച്ച് വെനീസ് എന്നും അറിയപ്പെടുന്ന സ്ഥലമാണ് ഗെയ്ത്തൂൺ. ഇതിനെ ഡച്ചിൽ ഹെയ്ത്വാൺ എന്നാണ് വിളിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു കാർ ഫ്രീ വില്ലേജ് ആണ് എന്നുള്ളതാണ്. ഈ വില്ലേജിന് പുറത്തായി സ്പെഷ്യൽ കാർ പാർക്കിംഗ് സോൺസ് ഉണ്ട്. നമ്മൾ കാറിലാണ് ഇവിടെ എത്തുന്നതെങ്കിൽ നമ്മുടെ കാർ ആ സ്പെഷ്യൽ കാർ പാർക്കിംഗ് സോണിൽ പാർക്ക് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ഈ വില്ലേജ് കാണാൻ വേണ്ടി ബോട്ടിലോ സൈക്കിളിലോ അതല്ലെങ്കിൽ നടന്നോ വേണം പോകാൻ. ചെറിയ സൈക്കിൾ പാത്സും കനാൽസും മാത്രമാണ് അവിടെ ഉള്ളത്. അവിടുത്തെ ഓരോ വീടും കനാലുമായി കണക്റ്റഡ് ആണ്. 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും പണിത താഷ്ഡ് റൂഫുള്ള ഒരുപാട് വീടുകൾ അവിടെ നമ്മൾക്ക് കാണാൻ സാധിച്ചു. 170-ലധികം തടി കൊണ്ടുള്ള ബ്രിഡ്ജസ് ഇവിടെയുണ്ട്. ഈ കനാലിൻ്റെ സൈഡിലായി അവിടുത്തെ ആൾക്കാർ താമസിക്കുന്ന വീടുകളും അതുപോലെ തന്നെ ചെറിയ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. 2020-ലെ കണക്കനുസരിച്ച് ഇവിടെ ഏകദേശം 2700 ആൾക്കാരാണുള്ളത്. ഗെയ്ത്തൂൺ എന്ന ഗ്രാമം ആൾക്കാർ അറിഞ്ഞു തുടങ്ങുന്നത് 1958-ൽ റിലീസ് ചെയ്ത ഒരു ഡച്ച് കോമഡി ഫിലിമായ ഫാൻഫെയറിലൂടെയാണ്. ഗെയ്ത്തൂൺ എന്ന ഈ സ്ഥലത്തിന് പേര് വന്നത് ഹെയ്ത്തഹോൺസ് എന്ന ഡച്ച് വാക്കിൽ നിന്നാണ്. ഈ സ്ഥലത്ത് ആദ്യമായി താമസിച്ച ആൾക്കാർ ഇവിടെ വന്നപ്പോൾ ഒരുപാട് ഗോട്ട് ഹോൺസ് കണ്ടിരുന്നു. 10-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൻ്റെ ബാക്കി പത്രമാണ് ഇതെന്നാണ് വിശ്വസിച്ചു പോരുന്നത്. ഗോട്ട് ഹോൺസ് എന്ന ഡച്ചിൽ പറയുന്നതാണ് ഹെയ്ത്തഹോൺസ്. അതിൽ നിന്നാണ് ഗെയ്ത്തൂൺ എന്ന വാക്ക് ഉണ്ടായത്. ഈ ചെറിയ കനാലിൽ നിന്ന് കുറച്ച് ദൂരം മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമ്മളൊരു വലിയ കനാലിൽ എത്തിച്ചേരും. ഈ വലിയ കനാലിൽ നിന്ന് ടേൺ എടുത്ത് വേറൊരു ചെറിയ കനാൽ വഴി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് തിരിച്ചെത്തി.